ഹായ്, ശരത്താണ്. പി ഇ റേഷ്യോനെ അതുപോലെ തന്നെ പെഗ് റേഷ്യോനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് ഈ വീഡിയോയിൽ. നമ്മൾ ഓൾറെഡി പെഗ് റേഷ്യോ എന്താണ്, പി റേഷ്യോ എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ സെയിം ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും വരുന്നുണ്ട്. നമുക്ക് പി റേഷ്യോ നോക്കിയിട്ട് കുറച്ച് പി കുറവായിട്ടുള്ള കമ്പനികളല്ലേ ബെറ്റർ എന്നുള്ള രീതിയിലുള്ള ഡൗട്ടുകൾ കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് ഈ വീഡിയോ വീണ്ടും ചെയ്യുന്നത്. പെഗ് റേഷ്യോയും പി റേഷ്യോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ പി റേഷ്യോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്രോഫിറ്റിന്റെ എത്ര ഇരട്ടിയാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ട്രേഡ് ചെയ്യുന്ന പ്രൈസ് എന്ന് നമ്മൾ നോക്കുന്നത്. അതായത് പി റേഷ്യോ 40 ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള കമ്പനിയുടെ പ്രോഫിറ്റിന്റെ 40 ഇരട്ടിയാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ. അതാണ് പി റേഷ്യോ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പി റേഷ്യോ കുറഞ്ഞിരിക്കുമ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അതായത് 20 പി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രോഫിറ്റിന്റെ 20 ഇരട്ടിയാണ് കമ്പനിയുടെ വില. സെയിം ടൈമിൽ പി റേഷ്യോ 50 100 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രോഫിറ്റിന്റെ ഏകദേശം 100 ഇരട്ടി അല്ലെ 50 ഇരട്ടിയാണ് കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് ക്യാപ്, കമ്പനിയുടെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ മൊത്തം ആ കമ്പനിയെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇന്നുണ്ടാക്കുന്ന പ്രോഫിറ്റിന്റെ 50 ഇരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടി നമ്മൾ കൊടുക്കണം. എത്രയാണോ പി ഉള്ളത് അത് കൊടുക്കണം. അങ്ങനെ നമ്മൾ തിയററ്റിക്കൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ പി റേഷ്യോ കുറഞ്ഞുള്ളത് തന്നെയാണ് ബെറ്റർ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുക. അത് നോർമലായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവിടെ നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യമാണ് ഈ ഗ്രോത്ത് എന്ന് പറയുന്നത്. അവിടെയാണ് ഈ പെഗ് റേഷ്യോ എന്ന് പറയുന്ന കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പി സ്റ്റാൻഡ് അലോൺ ആയിട്ട് നോക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഗ്രോത്ത് ആണ് നോക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനിയിൽ ഗ്രോത്ത് ഉണ്ടാവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ ഈ ഗ്രോത്ത് ഇല്ലാത്തൊരു കമ്പനിയുടെ പി റേഷ്യോ 20 ആണെന്ന് വിചാരിക്കുക. അതിന് ഗ്രോത്തേ ഇല്ലെന്നുണ്ടെങ്കിൽ ഭാവിയിൽ വരുന്ന കാലങ്ങളിൽ അതിന്റെ പി റേഷ്യോ എന്ന് പറഞ്ഞ് 20 മുകളിലേക്ക്, കാരണം അതിന്റെ ഗ്രോത്ത് വരുന്നില്ല, പ്രോഫിറ്റിൽ ഗ്രോ ചെയ്യില്ല. ഞാനിപ്പോൾ സെയിൽസ് ഗ്രോത്തിനെ പറ്റിയിട്ടാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അല്ലാതെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടാത്ത കമ്പനികളിൽ ഞാൻ നോർമലി ഇൻവെസ്റ്റ് ചെയ്യാറില്ല. അവിടെ തന്നെ ഇപ്പോൾ ഒരു കമ്പനിയുടെ ഡീ ഗ്രോത്ത് ആണ് വരുന്നതായിരിക്കും. ആ 20 പി ആണെങ്കിലും അതിന് ഡീ ഗ്രോത്ത് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ വരുന്ന കാലങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ പി റേഷ്യോ 20 മുകളിലേക്കേ പോവുള്ളൂ. സെയിം ടൈമിൽ ഇപ്പോൾ ഒരു കമ്പനിയുടെ പി റേഷ്യോ 100 ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഗ്രോത്ത് റേറ്റും 100 ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പെഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ പി ഡിവൈഡ് ബൈ ഗ്രോത്ത്. 100 പി ഉള്ള കമ്പനിക്ക് 100% തന്നെയാണ് അവരുടെ സെയിൽസ് ഗ്രോത്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100 ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ പെഗ് റേഷ്യോ 1 വരും. സെയിം ടൈമിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 20 ഉള്ള ഒരു കമ്പനി, 20 പി ഉള്ള ഒരു കമ്പനിയുടെ ഗ്രോത്ത് റേറ്റ് 10 ഉള്ളെന്ന് വിചാരിക്കുക. 10% അതിന്റെ സെയിൽസ് ഗ്രോത്ത് വരുന്നതെങ്കിൽ അവരുടെ പെഗ് റേഷ്യോ കാണുന്നത് 20 ഡിവൈഡ് ബൈ 10 എന്ന് പറയുന്നത് 2 എന്ന് വരും. അപ്പൊ ഒരേ കമ്പനിയിൽ ഇപ്പൊ നമ്മൾ 20 പി റേഷ്യോ ഉള്ള കമ്പനി 100 പി റേഷ്യോ ഉള്ള കമ്പനി എടുത്ത് നോക്കുമ്പോൾ ഇതിന്റെ പെഗ് റേഷ്യോ 2 ആണ്. 20 ഉള്ള കമ്പനിയുടെ പെഗ് റേഷ്യോ 2ഉം മറ്റേ കമ്പനിയുടെ പെഗ് റേഷ്യോ 1 ആണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പെഗ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ഗ്രോത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേന് നമുക്ക് ഈ 100 പിയിലുള്ള കമ്പനി തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കമ്പനി. കാരണം അത് 100% ഗ്രോത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് 100 പി കിട്ടുന്നത്. ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴത്തേന് ഈ 100 പി ഉള്ള കമ്പനി 100% ഗ്രോത്ത് ഉള്ളതുകൊണ്ട് തന്നെ സെയിൽസ് ഗ്രോത്ത് 100% വരുമ്പോൾ എന്തായാലും ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉള്ള കമ്പനി ആണെങ്കിൽ പ്രോഫിറ്റ് ഗ്രോത്ത് 100ന് മുകളിലുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ ഈ കമ്പനിയുടെ പി റേഷ്യോ അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ പി റേഷ്യോ 50ന് താഴേക്ക് വരും. സെയിം ടൈമിൽ 20 പി റേഷ്യോ ഉള്ള കമ്പനി അവരുടെ ഗ്രോത്ത് റേറ്റ് 10% ആയതുകൊണ്ട് തന്നെ ഒരു വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവരുടെ പി റേഷ്യോ എന്ന് പറഞ്ഞ് 20 നിന്ന് ഒരു 18ന് മുകളിലേക്ക് ആ ഒരു രീതിയിലേക്ക് നിൽക്കുള്ളൂ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ആദ്യം പറഞ്ഞ കമ്പനിയുടെ 100 നിന്ന് 50 ഏകദേശം അതിന്റെ പി റേഷ്യോ പകുതിയായിട്ട് കുറഞ്ഞു, 50% ആയിട്ട് മാറി. സെയിം ടൈമിൽ ഈ കമ്പനിയുടെ നമ്മൾ രണ്ടാമത് പറഞ്ഞ 20% ഗ്രോത്ത് ഉള്ള കമ്പനിയുടെ പി റേഷ്യോ 10% കുറഞ്ഞിട്ടുള്ളൂ, 20 നിന്ന് 18ന് മുകളിലേക്ക് എത്തിയിട്ടുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 10% പി കുറഞ്ഞുള്ളൂ, അപ്പുറത്ത് 50% പി റേഷ്യോ കുറഞ്ഞു. ഇനി സെയിം പിയിലേക്ക് കമ്പനി തിരിച്ചെത്തണമെങ്കിൽ നല്ല കമ്പനിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ ഇതിന്റെ പി റേഷ്യോ കുറയുന്ന സമയത്ത് അല്ല അതിന്റെ ഡിമാൻഡ് കൂടുതലായിട്ട് വരും. ആ ഒരു സമയത്ത് തിരിച്ചെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ 50ലേക്ക് പി കുറഞ്ഞ കമ്പനിയുടെ 100% ഗ്രോത്ത് പറഞ്ഞു അവർക്ക് തിരിച്ച് 100 പിയിൽ എത്തണമെങ്കിൽ. കാരണം ഇപ്പൊ കമ്പനിയുടെ പി റേഷ്യോ 50 ആണ്. ഇവിടുന്ന് തിരിച്ച് 100ലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇത് ഡബിൾ ആകണം. അപ്പൊ 100% ഗ്രോത്തിനുള്ള പൊട്ടൻഷ്യൽ അവിടെ വരും. സെയിം ടൈമിൽ ഇപ്പുറത്ത് നമ്മൾ നോക്കിയാൽ 18ന് മുകളിൽ നിൽക്കുന്ന ആ ഒരു കമ്പനിയിൽ ഒരു 10% ഗ്രോത്ത് അവിടെ വരാൻ സാധ്യതയുള്ളൂ. ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഈ 20 ഉള്ള പി റേഷ്യോ ഉള്ള കമ്പനിയെ കഴിഞ്ഞാൽ എന്തുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള കമ്പനി ഈ 100 പി ഉള്ള കമ്പനി തന്നെയാണ്. കാരണം അവരുടെ ഗ്രോത്ത് കൂടുതലായതുകൊണ്ട് തന്നെ ഇവരുടെ പിയിൽ റീ റേറ്റിംഗ് കിട്ടാനുള്ള പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പി റേഷ്യോനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പിനെ മാത്രമായിട്ട് എടുത്ത് നോക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ഗ്രോത്തിനോട് കമ്പയർ ചെയ്ത് വേണം നോക്കാനായിട്ട്. അത് നോക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പെഗ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ പെഗ് റേഷ്യോ എപ്പോഴും 1 അതിന് താഴെയാണെന്നുണ്ടെങ്കിൽ നല്ല വാല്യുവേഷനിൽ അവൈലബിൾ ആണെന്നാണ് അതിന്റെ അർത്ഥം. കാരണം ഇപ്പോൾ അതിന്റെ എത്രയാണോ പി ഉള്ളത് അതേ ലെവലിൽ തന്നെയാണ് അതിന്റെ ഗ്രോത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ പെഗ് റേഷ്യോ 1 ആയിരിക്കും. അപ്പൊ പി 100 ആണ്, ഗ്രോത്ത് റേറ്റ് 100% തന്നെയാണെങ്കിൽ 100 ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ പി റേഷ്യോ 1 ആയിരിക്കും. സെയിം ടൈമിൽ ഒരു കമ്പനിയുടെ പി റേഷ്യോ 100 ആണ്, അതിന്റെ ഗ്രോത്ത് റേറ്റ് 200 ആണെന്ന് വിചാരിക്കുക. അപ്പൊ 100 ഡിവൈഡ് ബൈ 200 എന്ന് പറയുമ്പോൾ 0.5 ആയിട്ട് മാറും. അപ്പൊ പെഗ് റേഷ്യോ 0.5 ആയിട്ട് 1ൽ താഴേക്ക് എത്തി. 1ൽ താഴേക്ക് എത്തുക വെച്ചാൽ ഇതിന്റെ ഗ്രോത്ത് പി എ കഴിഞ്ഞ് മുകളിലാണ്. അപ്പൊ കുറച്ചുകൂടെ നല്ല കമ്പനിയാണ്. അപ്പൊ നമ്മൾ പെഗ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും എന്താണ് ഈ കമ്പനിയിൽ നടക്കുന്നത്, ഫ്യൂച്ചറിൽ നമുക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേന് ചിലപ്പോൾ പല കമ്പനികളിലും നമുക്ക് ഒരേ പെഗ് റേഷ്യോ കിട്ടിയെന്ന് വരാം. ഇപ്പൊ 100 പി ഉള്ള കമ്പനിയിൽ 100% ഗ്രോത്ത് റേറ്റിംഗ് അതിന്റെ പെഗ് റേഷ്യോ 1 നേരത്തെ പറഞ്ഞത്. അതേപോലെ തന്നെ ഇപ്പുറത്ത് വേറൊരു കമ്പനി കിട്ടുവാണ് 20 പി ഉള്ള കമ്പനി, അതിന്റെ ഗ്രോത്ത് റേറ്റ് 20 ആണെന്ന് വിചാരിക്കും. അപ്പൊ ഇതിന്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെയും പെഗ് റേഷ്യോ നമുക്ക് 1 കിട്ടും. 20 ഡിവൈഡ് ബൈ 20 20% സെയിൽസ് ഗ്രോത്തും അതേപോലെ തന്നെ 20 പിയിലുള്ള കമ്പനി. അപ്പൊ 20 ഡിവൈഡ് ബൈ 20 എന്ന് പറയുമ്പോൾ അതിന്റെ പെഗ് റേഷ്യോ 1 വരും.
ഈ രണ്ട് കമ്പനികളുടെ പെഗ് റേഷ്യോ 1 ആണ്. 100% ഗ്രോ ചെയ്യുന്ന കമ്പനിയുടെ പെഗ് റേഷ്യോ 1 ആണ്, 20% ഗ്രോ ചെയ്യുന്ന കമ്പനിയുടെ പെഗ് റേഷ്യോ 1 ആണ്. അപ്പൊ നമുക്ക് ഇത് ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷൻ വന്നേക്കാം. ഞാൻ പൊതുവിൽ പ്രിഫർ ചെയ്യുക ഹൈ ഗ്രോത്ത് ഉള്ള കമ്പനി തന്നെ ആയിരിക്കും. രണ്ട് കമ്പനിയിൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ 20 മറ്റേ കമ്പനിയിൽ 100 ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേന് 20% ഗ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നോമിനൽ GDP-യുടെ ഏകദേശം ഒരു ഡബിളിനടുത്താണ് ഗ്രോത്ത് വരുന്നത്. ആ സെയിം ടൈമിൽ ആ കമ്പനി 100% ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോമിനൽ GDP-യുടെ ഏകദേശം 9 ടൈംസ് കൂടുതൽ, അതായത് 10 ഇരട്ടിയാണ് കമ്പനി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും പേസിൽ ഗ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല. ആ സെയിം കമ്പനി ഈ ഹൈ ഗ്രോത്ത് ചെയ്യുന്നത് ഗ്രോത്ത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവരുടെ റിസ്ക്കും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, റിസ്ക് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന റിവാർഡും കൂടുതലായിരിക്കും. ഹൈ ഗ്രോത്ത് ഉള്ള കമ്പനി ആ ഹൈ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല, വളരെ റിസ്ക് പിടിച്ചൊരു കാര്യം. അതേപോലെ തന്നെ നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് ആ കമ്പനി വർക്ക് ചെയ്താലും ഉള്ളവർക്ക് ഈ 100% ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനിയിൽ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ അതിനകത്ത് ഇൻവെസ്റ്റേഴ്സ് വരികയും നല്ല രീതിയിൽ റിവാർഡ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഈ കമ്പനികൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയാസ് ഒക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു മാർക്കറ്റ് ലീഡിംഗ് കമ്പനിയാണ്. ഇപ്പൊ 20 PE ഉണ്ട്, അല്ലെങ്കിൽ പെഗ് റേഷ്യോ 1 ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് കയറി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നോക്കേണ്ടതുണ്ട് ഈ 20 PE കിടക്കുന്ന അല്ലെങ്കിൽ 100 PE കിടക്കുന്ന കമ്പനി അതാണോ അവിടുത്തെ ഒരു മാർക്കറ്റ് ലീഡർ, അല്ല ആദ്യത്തെ ഒരു 1, 2, 3 സ്ഥാനങ്ങളിൽ വരുന്ന ഒരു കമ്പനിയാണെന്നെങ്കിൽ നോക്കണം. ആ ഒരു സെക്ടറിൽ അല്ല ആ ഒരു ബിസിനസ് ചെയ്യുന്ന കമ്പനികളിൽ ആദ്യത്തെ ഒരു ലീഡിംഗ് പൊസിഷനിൽ 1, 2 സ്ഥാനത്തുള്ള കമ്പനിയാണെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിന്റെ പെഗ് റേഷ്യോ 1 ആണെന്ന് പറഞ്ഞാൽ പോലും അവിടുത്തെ ലീഡിംഗ് പ്ലെയറിന് കിട്ടുന്ന അത്രയും വലിയ റീറൈറ്റിംഗ് ഒന്നും ഈ പറഞ്ഞ പോലെ 3-മോ 4-മോ 5-മോ കിടക്കുന്ന ഒരു കമ്പനിക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്ങനെയാണ് ഞാൻ ഈ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്നുള്ള കാര്യമൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന പി റേഷ്യോനെ മാത്രം എടുത്ത് നോക്കുക എന്നുള്ള കാര്യമല്ല, പെഗ് റേഷ്യോനെ പ്രോപ്പറായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം പെഗ് റേഷ്യോസിനെ വെച്ചിട്ട് വേണം നമ്മൾ മറ്റ് കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട്. ആ രീതിയിൽ നോക്കിയാലേ ഉള്ളൂ നമുക്ക് ഫ്യൂച്ചറിൽ ഏത് രീതിയിലാണ് ഈ ഒരു കമ്പനി പെർഫോം ചെയ്യാന്നുള്ള കാര്യം നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ പെഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഈ കമ്പനിയിൽ ഏകദേശം എത്രയാണ് പ്രോഫിറ്റ് വരാൻ സാധ്യതയുള്ളതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കമ്പനിയെ ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ നമുക്കിപ്പോൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഫിഗേഴ്സ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ആർക്കും പറ്റും. നമ്മൾ സ്ക്രീനർ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും, കാൽക്കുലേഷൻ പോലും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ്. ആ ഒരു മെത്തേഡിൽ ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാവർക്കും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന്. ആ രീതിയിലല്ല നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. എല്ലാവരും ചെയ്യുന്ന അതേ ഒരു മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഈ പറയുന്ന വലിയ ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. നമ്മൾ എപ്പോഴും ഈ ഫ്യൂച്ചറിൽ ഈ കമ്പനികളിൽ എന്തൊക്കെയാണ് നടക്കാൻ സാധ്യതയുള്ള, ഫ്യൂച്ചറിൽ ഈ കമ്പനി ഏത് വാല്യുവേഷനിൽ അവൈലബിൾ ആയിട്ട് കിട്ടും എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ പെഗ് റേഷ്യോന് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് പെഗ് റേഷ്യോന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നാണ് തോന്നുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന കമ്പനികളിലേക്ക് ഫ്യൂച്ചർ ഏർണിംഗ്സ് എത്ര വരാനാണ് സാധ്യതയുള്ളതെന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം പെഗ് റേഷ്യോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന കമ്പനികൾ ചീപ്പർ ആയിട്ടുള്ള വാല്യൂഷനിലാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ടുള്ളത്. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.